ഹലോ, കാറ്റാടി എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് രാവിലെ ട്രിവാൻഡ്രത്ത് ഒരു യാത്ര തിരിക്കുകയാണ്. നമ്മളിവിടെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത് കുമാരകോവിലാണ്. കുമാരകോവിലിൽ പോയി കഴിഞ്ഞതിന് ശേഷം കന്യാകുമാരിയില് കൊച്ചു തിരുപ്പതി എന്നുള്ള ക്ഷേത്രവും കണ്ട് തിരിച്ചു വരാനായിട്ട് പോവുകയാണ്. ഇനിയും ബാക്കി രണ്ടുപേരും കൂടി വരാനുണ്ട്. ബാക്കി എല്ലാ വിശേഷങ്ങളും യാത്രയിൽ നമുക്ക് കാണിക്കാം. ഞങ്ങൾ തിരുവനന്തപുരത്ത് നേരെ പോയാൽ മാർത്താണ്ഡ പമ്മത്തുള്ള ചിത്ര ഹോട്ടലിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാനൊരു നെയ് റോസ്റ്റ് കഴിച്ച് വെള്ളക്കുട്ടെല്ലാം കഴിച്ച് തിരിച്ച് കാറിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വണ്ടി എടുത്ത് ഇവിടെ നേരെ ഞങ്ങൾ കുമാരകോവിലോട്ട് പോകുന്ന വിശേഷം ഉണ്ടാവും. എക്സ്റ്ററാണ് കേട്ടോ കൊണ്ടുപോയത് ഞങ്ങളന്ന്. വണ്ടി നല്ല മൈലേജ് ഉണ്ട്. നല്ല ശിലാമഠത്തിൻ്റെ വണ്ടിയാണ്. ഞങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ തക്കലയിലെ ഒരു പള്ളിയാണ്, തക്കല പള്ളി എന്ന് അറിയപ്പെടുന്നത്. നല്ല വലിയൊരു പള്ളിയാണ്. ഇതിൽ കയറിയ എന്താണെന്ന് വെച്ചാൽ ആൻറ്റിയുടെ കുടുംബ വീട് കാണാനായിട്ട് കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മെയിൻ റോഡ് വഴി കുമാരകോവിലിൻ്റെ മെയിൻ ആർച്ചാണ് ഈ കാണുന്നത്. ഞങ്ങൾ അതുവഴി കുമാരകോവിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. എൻട്രൻസിനകത്തുകൂടി എല്ലാ ഓട്ടോ കിടപ്പുണ്ട്. ഇവിടെ വന്ന് ബസ് ഇറങ്ങിയാൽ ഇവിടുന്ന് ഓരോരുത്തർ കുമാരകോവിലേക്ക് ആട്ടോ ഓടിച്ച് പോകുന്നത്. അല്ലാതെ അങ്ങോട്ട് പിന്നെ ചെറിയ മിനി ബസ് ഉണ്ടാവും. മിനി ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഇവിടുന്ന് ഓട്ടോ എടുത്ത് പോകുന്നത്. ഇത് അടുത്ത ആർച്ചാണ് നമ്മൾ കുമാരകോവിലേക്ക് കയറാനുള്ള മെയിൻ ആർച്ച. നമ്മൾ അവിടെ കണ്ടത് മെയിൻ റോഡിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി. ഇത് രണ്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള ഒരു ആർച്ചിനകത്തോട്ട് കിടക്കുകയാണ്. ഇവിടെ ഈ ബസ്, ഇവിടെ ഒരു അയ്യപ്പ കോളേജ് ഉണ്ട്, അവിടെ ഒന്ന് ബസ് തിരിയുന്ന വലിയ ബസ്. ഇതിനകത്തോട്ട് ചെറിയ ബസ് മാത്രമേ യാത്രയുള്ളൂ. ഏറ്റവും അവസാനം കൊണ്ടുപോയി നിർത്തുന്നത്. ഇതിപ്പോൾ ഞങ്ങളത് കാർ പാർക്ക് ചെയ്തു. കടന്ന് അവിടുത്തെ മുരുകൻ്റെ അമ്പലത്തേക്കുള്ള പൂക്കളെല്ലാം വാങ്ങുകയാണ്. ഒരുപാട് പൂക്കളൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ അവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഞാൻ അവിടെ നിന്ന് നേരെ അവരെ അമ്പലത്തിലേക്ക് വിട്ടിട്ട് തിരിച്ച് കിഴക്കേ നടയിലൂടെ ഒന്ന് ആൽത്തറയും ഇവിടുത്തെ കുളിക്കടവും ഈ കാണുന്ന ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹം അതിനകത്ത് ഇരിക്കുന്നത് കിട്ടില്ല പ്ലേസ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഇവിടെ എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ മലയാള മാസം 1-ാം തീയതി ഓട്ടോയിലൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്നത്. അത് രാത്രി വരുമ്പോൾ ഞങ്ങൾ അത്രയും ഇതൊന്നും ഭംഗിയായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ പകൽ വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഈ സ്ഥലത്തിന്. അവിടെ ബാക്കിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അവിടെ മലയാളികളാണെന്ന് തോന്നുന്നു. അമ്പലക്കുളവും 2 പുളിക്കടവുണ്ട് കേട്ടോ. ഇവിടെ 2 പുളിക്കടവുണ്ട്. അത് നന്നായിരിക്കുന്നു കാണാൻ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ പകൽ ഞാൻ അങ്ങനെ അധികം ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾ രാത്രി മലയാള മാസം 1-ാം തീയതി വന്ന് നിർമാല്യം തൊഴുതിട്ട് പോകുന്നവരാ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ അടുത്തത് മുകളിലേക്ക് കയറി അവിടെ ഒരു അമ്മമ്മ ഇരുന്ന് പൂവ് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ താഴെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ട്. അവിടത്തേക്ക് അമ്പലത്തിനകത്തേക്കായിരിക്കും. ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇവിടെ നിന്ന് നടന്ന് കിഴക്കേ നടയിൽ അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ. ഇവിടെ ഇഷ്ടംപോലെ ഒന്നും പറയാൻ പറ്റും. ഇഷ്ടംപോലെ കുരങ്ങുണ്ട് ഇവിടെ. അതിനെല്ലാം എന്നെ ഉപദ്രവിക്കുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ കിഴക്കേ നടയുടെ ആ മതിൽക്കെട്ടും ആ കൽമണ്ഡപത്തിനകത്തുകൂടി പോവുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ എത്തിയത് ഒരു 10:15 മണിക്കകത്താണ് എത്തിയത്. എന്തായാലും ഇവിടെ ഇരുന്നാണ് ഈ സൈഡിലൊക്കെ മുടിയെടുക്കാൻ വരുന്നവരൊക്കെ ഇവിടെയാണ് മുടിയെടുക്കുന്ന കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവന്ന് നേരെ അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണ് ഞങ്ങളിപ്പോൾ ഈ കാണുന്നത്. നല്ല വെയിലാണ് കണ്ടോ. എന്ത് വെയിലാന്ന് നോക്കി. എന്നാലും അമ്പലം കാണാൻ പോയി നന്നായിരുന്നു. ഞാൻ പിന്നെ നേരെ തിരിച്ച് അമ്പലത്തിനകത്തോട്ട് കയറി. ഇവിടെ വന്നിട്ട് മുരുകനെ കാണാൻ പോകുന്ന വലിയൊരു അബദ്ധമാണ്. ദൈവത്തിനെ കാണാൻ പോകുന്നത്. അങ്ങനെ അമ്പലത്തിനകത്ത് കയറി അവർ പൂജയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങളുടെ വീട് അമ്പലത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ഇതിപ്പം അമ്പലത്തിൻ്റെ പുറകു വശങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങാൻ കണ്ട ഒരു വയസ്സായ ആളിരുന്ന് കൈ നോക്കുക എന്തോ ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഇരുന്ന് അതെല്ലാം കഴിക്കുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനിയിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പം വിശപ്പൊന്നുമില്ല. ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇതിപ്പം നമ്മൾ നേരത്തെ കാർ നിർത്തിയ സ്ഥലമാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ മേലാങ്കോട് ക്ഷേത്രമുണ്ട്. നമ്മുടെ ഈ വണ്ടിയിൽ ദുർഗാനന്ദ ആൻറ്റിയുടെ കുടുംബ കോവിൽ എന്നാണ് പറഞ്ഞത്. മേലാങ്കോട് ക്ഷേത്രം ദേവീക്ഷേത്രമാണ് കേട്ടോ. ദേവീക്ഷേത്രത്തിലോട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി പറഞ്ഞു തൊട്ടടുത്തൊരു ശിവൻ്റെ അമ്പലമുണ്ട് എന്നുണ്ട്. അവിടെ ദേവീക്ഷേത്രം 2 ഉണ്ട്. ഒന്ന് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ കാണുന്ന അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം തൊട്ടൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ തൊട്ടടുത്താട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അമ്പലത്തിൻ്റെ ചുറ്റും ഇതെല്ലാം പൂക്കൾ വിൽക്കാനിരിക്കുന്ന ആൾക്കാർ. ആ അമ്പലത്തിനകത്ത് പോകുന്നുണ്ട്. ആയിക്കൊണ്ട് കൊടുക്കും. കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ആൾക്കാരായിരുന്നു. ചെന്നപ്പോഴേ നല്ല സ്നേഹത്തോടെ അവർ നമ്മൾ അവിടുത്തെ പെരുമാറിയത്. ശരിക്കും ഒരു മലയുടെ തൊട്ട് താഴെ നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്തത്. കണ്ടോ മലയാണ് കാണുന്നത്. ഇപ്പം ഞാൻ നേരെ ഇവിടെ ഈ ദേവീക്ഷേത്രത്തിനകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ കുറേ പ്രതിമകളെല്ലാം വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഇത് ശ്രീകോവിലിൻ്റെ ആ കയറി വന്ന് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ടായി. പിന്നെ ദേവി വിഗ്രഹം ഒന്നും എടുക്കാൻ നിന്നില്ല. തിരിച്ച് ഞാൻ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. തിരിച്ച് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഈ കാണുന്ന ഒരു ശിവൻ്റെ അമ്പലം, അതായത് ഈ ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ശിവൻ്റെ അമ്പലം. ഇത് നായർകാവാണ്. എൻ്റെ ചുറ്റിനും ഒന്നും നടന്നു നോക്കി വിഗ്രഹങ്ങളൊന്നും എടുക്കാൻ ഞാൻ നിന്നിട്ടില്ല.
ഈ കാണുന്ന ആ നടയുണ്ട്, ആ നടയാണ് അപ്പുറത്തെ ദേവി ക്ഷേത്രം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങി വരാമായിരുന്നു. ഞാൻ പുറത്തുകൂടി ഇറങ്ങി വന്നാലേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒന്ന് കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ മഹാരാജാവിൻ്റെ പ്രതിമയും ഇതിൻ്റെ ഓരോ വിഗ്രഹങ്ങളുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും എടുക്കായിരുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ നടന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കിഴക്കേ നടയിൽ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന് നടക്കാൻ. ശരിക്കും പറഞ്ഞാൽ എന്ത് നീറ്റായിട്ട് കിടക്കുന്നു അറിയാം അമ്പലം. നല്ല വൃത്തിയുണ്ടായിരുന്നു. ആ മല കാണുന്നുണ്ട്, എന്ത് ഭംഗിയാണെന്നൊക്കെ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ആദ്യമായിട്ടാണ് പോയത്. കുമാരകോവിലിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പലതവണ പോയിട്ടുണ്ടെങ്കിലും പകലൊന്നും അങ്ങനെ പോയിട്ടില്ല. നമ്മുടെ കൂടെ ഉള്ള ആൻറ്റിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വരികയാണ്. അവരെല്ലാം അത് പൂജയെല്ലാം കഴിഞ്ഞ് ശിവഭഗവാന്റെ പുറത്തോട്ടിറങ്ങി അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്ന് അമ്പലത്തിൻ്റെ ചുറ്റും എടുത്തിട്ടുണ്ട് വീഡിയോ. അവരെല്ലാം ആൽമരച്ചോട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു കുളമുണ്ട്, പക്ഷേ ആരും ഉപയോഗിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. കംപ്ലീറ്റ് ചെടിയൊക്കെ വളർന്ന് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ. അതെല്ലാം എന്ത് ഭംഗിയാന്ന് നോക്കിയ വീഡിയോയിൽ. ഞങ്ങളപ്പോൾ ഇവിടെ കുമാരകോവിലിൽ കയറി, മേലാങ്കോട് ദേവീക്ഷേത്രത്തിൽ കയറി. അപ്പം നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു മേലാങ്കോട് ക്ഷേത്രത്തിലൊക്കെ വന്നത്, കുമാരകോവിലിൽ വന്നത്. ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അടുത്ത നാറുകോവിലാണ്. നെക്സ്റ്റ് വീഡിയോ അടുത്ത ആഴ്ച ഉണ്ടാവും. എന്തായാലും ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തരാം. ഇതൊന്നൊരു ഷീല വിശ്വം എന്നാണ് ആൻറ്റിയുടെ പേര്. MG ശ്രീനിവാസൻ്റെ വൈഫിൻ്റെ ചേച്ചിയാണ്. ബാക്കിലിരിക്കുന്ന കണ്ണാടി വെച്ചേക്കുന്ന ആൻറ്റി വന്നിട്ട് വിദ്യ ആൻറ്റിയാണ്, ഒരു യൂട്യൂബറാണ്. നടുക്കിരിക്കുന്ന ആൾ വന്നിട്ട് ഗീത ആൻറ്റിയാണ്, പാട്ട് ടീച്ചറാണ്. മറ്റേ ആൻറ്റിയെ കണ്ടോ, ദുർഗ ആൻറ്റി. ദുർഗ ആൻറ്റീനെ കാണണമെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള അമ്പലങ്ങളിൽ വന്നാൽ മതി, തീർച്ചയായിട്ടും ദുർഗ ആൻറ്റി അവിടെ കാണാൻ കിട്ടും. എന്തായാലും ഈ ആഴ്ച ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് നെക്സ്റ്റ് ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് ടു ബി കണ്ടിന്യൂ.